റദ്ദാക്കിയ സിൽവർ ലൈനിന് പകരം റെയിൽവേയുമായി ചേർന്ന അതിവേഗ റെയിൽ കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുന്നതിനിടെ സ്വന്തം നിലയിൽ ഹൈസ്പീഡ് റെയിലിന്റെ ഇടക്കാല പദ്ധതി രേഖ തയ്യാറാക്കി മെട്രോമാൻ ഇ ശ്രീധരൻ. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ തിരുവനന്തപുരം കണ്ണൂർ പാതയുടെ പദ്ധതി രേഖ അടുത്ത മാസം കേന്ദ്രത്തിന് സമർപ്പിക്കും. ഭൂഗർഭ പാതയ്ക്കല്ലാതെ ഭൂമി ഏറ്റെടുക്കൽ ആവശ്യമില്ല. എലിവേറ്റഡ് പാതയ്ക്ക് 20 മീറ്റർ വീതിയിൽ ഭൂമി മതിയാവും. നിർമ്മാണം പൂർത്തിയാക്കിയാൽ ഭൂമി ഉടമയ്ക്ക് തിരികെ നൽകും. അതിനാൽ ജനരോക്ഷമുണ്ടാവില്ല ാണ് വിലയിരുത്തൽ. കേന്ദ്രത്തിന് താൽപര്യമുള്ള പദ്ധതി ആയതിനാലും വേഗത്തിൽ അനുമതി ലഭിക്കാൻ സാധ്യതയുള്ളതിനാലും സംസ്ഥാന സർക്കാർ സഹകരിച്ചേക്കും. സർക്കാരിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ ശ്രീധരൻ സന്നദ്ധനാണ്. 5 വർഷം കൊണ്ട് പൂർത്തിയാക്കാമെന്നാണ് ശ്രീധരന്റെ ഉറപ്പ്. 3 വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ച് 180 കിലോമീറ്റർ വേഗമുള്ള പാതയാണ്. 465 കിലോമീറ്റർ ദൂരം 3 മണിക്കൂർ 20 മിനിറ്റിൽ എത്താം. 20 മുതൽ 30 കിലോമീറ്റർ ഇടവിട്ട് 2 ടെർമിനൽ അടക്കം 20 സ്റ്റേഷനുകൾ ഉണ്ടാവും. AC ചെയർ കാറിലും വന്ദേ ഭാരതിലും ഈടാക്കുന്നതിലും കുറഞ്ഞ നിരക്കായിരിക്കും. 54,000 കോടിയാണ് പ്രതീക്ഷിക്കുന്ന ചെലവ്. നടത്തിപ്പിന് കേന്ദ്രത്തിന് 51%, സംസ്ഥാനത്തിന് 49% ഓഹരിയുള്ള കമ്പനി രൂപീകരിക്കണം. ചെലവിന്റെ 70% കേന്ദ്ര സംസ്ഥാന വിഹിതമാണ്. 30% വായ്പയായി ബോണ്ട് ഇറക്കിയും സമാഹരിക്കണം. കേന്ദ്രം 20,171 കോടിയും സംസ്ഥാനം 19,380 കോടിയും മുടക്കണം. കേന്ദ്രത്തിന് പ്രതിവർഷം 4,034 കോടിയുടെയും സംസ്ഥാനത്തിന് 3,876 കോടിയുടെയും ബാധ്യതയുണ്ടാവും. 8 കോച്ചുള്ള ട്രെയിനാണ് ഓടിക്കുക. 560 പേർക്ക് യാത്ര ചെയ്യാം. തിരക്കുള്ള സമയത്ത് 30 മിനിറ്റിലും അല്ലാത്തപ്പോൾ 1 മണിക്കൂർ ഇടവിട്ടും സർവീസ് നടത്താം. നിത്യേന 5,000 യാത്രക്കാരുണ്ടാവുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനത്തിന്റെ അനുമതിയില്ലാതെ സർവേ നടത്താൻ സാധിക്കാത്തതിനാൽ അത് ഒഴിവാക്കിയാണ് ഇടക്കാല റിപ്പോർട്ട്. 20 സ്റ്റേഷനുകൾ പത്തനംതിട്ട വഴി. തിരുവനന്തപുരം സെൻട്രൽ വിമാനത്താവളം, വർക്കല, കൊല്ലം, കൊട്ടാരക്കര, പത്തനംതിട്ട, തിരുവല്ല, കോട്ടയം, വൈക്കം, എറണാകുളം ബൈപ്പാസ്, നെടുമ്പാശ്ശേരി വിമാനത്താവളം, തൃശൂർ പട്ടാമ്പി, മലപ്പുറം കരിപ്പൂർ വിമാനത്താവളം, കോഴിക്കോട് കൊയിലാണ്ടി, വടകര, തലശ്ശേരി, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് സ്റ്റേഷൻ. പാറശാലയിലേക്കും മംഗളൂരുവിലേക്കും നീട്ടാം. അടുത്ത ഘട്ടങ്ങളിൽ കണ്ണൂരിൽ നിന്ന് മംഗളൂരുവിലേക്കും, കോഴിക്കോട്ട് നിന്ന് കൽപ്പറ്റയിലേക്കും, പട്ടാമ്പിയിൽ നിന്ന് പാലക്കാട്ടേക്കും, തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കും, പത്തനംതിട്ടയിൽ നിന്ന് പമ്പയിലേക്കും, തിരുവനന്തപുരത്ത് നിന്ന് പാറശാലയിലേക്കും പാത നീട്ടാം. 35,000 കോടി ചിലവുണ്ടാകും. തിരുവനന്തപുരം കോഴിക്കോടിന് 640 രൂപയാണ് 2.5 മണിക്കൂറിൽ. തിരുവനന്തപുരം എറണാകുളത്ത് നിന്ന് 440 രൂപയാണ് 1.5 മണിക്കൂറിൽ. എറണാകുളം കോഴിക്കോട് നിന്ന് 420 രൂപയാണ്. കോഴിക്കോട് കണ്ണൂരിൽ നിന്ന് 305 രൂപയാണ് 50 മിനിറ്റിലെത്താം. അതിനിടെ തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ ഉപേക്ഷിച്ചതിന് പകരം അതിവേഗ റെയിൽ ഇടനാഴി നടപ്പാക്കാൻ വന്ദേഭാരത് അടക്കം മറ്റു ട്രെയിനുകൾക്കും ഗുഡ്സിനും സഞ്ചരിക്കാനാവുന്ന തരത്തിൽ ബ്രോഡ്ഗേജ് പാതയാണ് ലക്ഷ്യം. എന്നാൽ ബ്രോഡ്ഗേജിന്റെ സിൽവർ ലൈനിൽ പ്രഖ്യാപിച്ച് 200 കിലോമീറ്റർ വേഗം കിട്ടില്ല. ബ്രോഡ്ഗേജിലെ പരമാവധി വേഗമായി 160 കിലോമീറ്റർ ട്രെയിൻ ഓടിക്കാവുന്ന തരത്തിൽ വളവുകൾ കുറഞ്ഞ പാതയ്ക്കായിരിക്കും ശ്രമം. ജനങ്ങൾക്ക് ദുരിതമാവാത്ത രീതിയിൽ വളരെ കുറച്ച് ഭൂമി ഏറ്റെടുത്ത തൂണുകളിലായിരിക്കും പാത. യാഥാർത്ഥ്യമായാൽ തിരുവനന്തപുരം കാസർഗോഡ് 580 കിലോമീറ്റർ ദൂരം 4.5 മണിക്കൂറിലെത്താം. റെയിൽ പാതയുമായി ബന്ധമില്ലാത്ത സ്റ്റാൻഡേർഡ് ഗേജിലാണ് സിൽവർ ലൈൻ വിഭാവനം ചെയ്തിരുന്നത്. ബ്രോഡ് ഗേജിലാക്കണമെന്ന റെയിൽവേയുടെ നിർദ്ദേശം കഴിഞ്ഞ സർക്കാർ തള്ളിയിരുന്നു. ബ്രോഡ് ഗേജിനായി കൂടുതൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നും വേഗത കുറയുമെന്നുമായിരുന്നു എതിർവാദം. ഇതെല്ലാം കേന്ദ്രം തള്ളിയ സാഹചര്യത്തിൽ റെയിൽവേ നയത്തിനും അനുസൃതമായി പുതിയ പദ്ധതിക്കാണ് ശ്രമം നടക്കുന്നത്. കാർഗോ പാസഞ്ചർ ട്രെയിനുകൾ ഓടിക്കാവുന്ന അതിവേഗ ഇടനാഴികൾക്കാണ് റെയിൽവേ ഇപ്പോൾ അനുമതി നൽകുന്നത്. അഹമ്മദാബാദിലെ സെമി ഹൈസ്പീഡ് ബ്രോഡ് ഗേജ് പാത ഇത്തരത്തിലുള്ളതാണ്. കണ്ടെയ്നറുകളിൽ ചരക്കു നീക്കത്തിനുള്ള റോറോ സംവിധാനം കൂടി അതിവേഗ ഇടനാഴിയിൽ വരുന്നത് വിഴിഞ്ഞം തുറമുഖത്ത് നിന്നുള്ള ചരക്കു നീക്കത്തിനും ഗുണകരമാവും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.